ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. തെനാക് ഡിസംബർ 30, ലൂക്കായുടെ സുവിശേഷം 2-ാം അധ്യായം 36 മുതൽ 40 വരെയുള്ള വാക്യങ്ങൾ. ഈ മഹാത്മാവായ ശിമയോൻ ഉണ്ണീശോയെ കൈകളിൽ എടുത്തുകൊണ്ട് പാടുന്ന കീർത്തനത്തിന് തുടർന്ന് വരുന്ന ഭാഗത്തായിട്ട് അവിടെ ഒരു ഫീമെയിൽ റെപ്രസെൻറ്റേഷൻ, നമുക്കറിയാം ലൂക്കായുടെ സുവിശേഷത്തിന് അങ്ങനെ ഒരു വലിയ പ്രാധാന്യമുണ്ട്. എവിടെ ഒരു പുരുഷനെ കുറിച്ച് കാര്യമായിട്ട് പറയുന്നുണ്ടോ ഉടനെ തന്നെ ഒരു സ്ത്രീയെ കുറിച്ചും കൂടെ പറയും. സക്രിയയെ കുറിച്ച് പറഞ്ഞാൽ എലിസബത്തിനെ കുറിച്ച് പറയും. പിന്നെ നമ്മൾ ഈ ബൈബിൾ ലൂക്കയുടെ സുവിശേഷം മൊത്തം നമ്മളതിൽ കാണുന്നുണ്ട്. ഓരോ വ്യക്തികളെ ഇങ്ങനെ പരിചയപ്പെടുത്തുമ്പോൾ സ്ത്രീക്ക് ഒരു തുല്യ പ്രാധാന്യം കൊടുക്കുന്നതായിട്ട്. അങ്ങനെ തുല്യ പ്രാധാന്യം കൊടുക്കുന്ന രീതിയിൽ ഈ ദേവാലയത്തിൽ ഒരു സ്ത്രീ കൂടി ഉണ്ടായിരുന്നു, അന്ന എന്ന പ്രവാചക. അവൾ മുമ്പോട്ട് വരികയാണ്. അവളുടെ ക്വാളിറ്റീസ് ആണ് നമ്മൾ ഓർക്കേണ്ടത്. പറയുന്നത് ഇങ്ങനെയാണ്, ഈ അവിടെ ഉണ്ടായിരുന്നു, ഇവൾ കന്യകാപ്രായം മുതൽ 7 വർഷം ഭർത്താവിനോട് കൂടെ ജീവിച്ചു. 84 വയസ്സായി വിധവ. ദേവാലയം വിട്ടു പോകാതെ രാപ്പകൽ ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് ഉപവാസത്തിലും പ്രാർത്ഥനയിലും കഴിയുകയായിരുന്നു. അപ്പോൾ അവൾക്ക് ദൈവത്തിന്റെ ദർശനം കിട്ടുകയാണ്. അവളിങ്ങനെ ഇസ്രായേലിന്റെ ജെറുസലേമിന്റെ രക്ഷ പ്രതീക്ഷിച്ചുകൊണ്ടിരുന്ന എല്ലാവരോടും ശിശുവിനെ കുറിച്ച് സംസാരിക്കുകയും കർത്താവിന്റെ നിയമപ്രകാരം ഇങ്ങനെ ഈ കുഞ്ഞ് ആരാന്നൊക്കെ പറഞ്ഞു കൊടുക്കാൻ പറ്റുന്ന രീതിയിലൊരു പ്രവാചകയായിട്ടുള്ള മാറുകയാണ്. നമ്മൾ ഓർക്കേണ്ട കാര്യം ഇതാണ്. ഇവിടെ ഈ ഒരു വർഷത്തിലേക്ക് നമ്മൾ അവസാനിക്കുന്നു. ക്രിസ്മസിന്റെ ഒരു പശ്ചാത്തലമാണ്. നമുക്കൊരു സ്പിരിച്വൽ ഇൻസൈറ്റ് ചെയ്യുക. ആർക്കാണ് ഈ ഉണ്ണീശോയെ കാണാൻ സാധിക്കുക? ശിമയോൻ കണ്ടു, അയാൾ നീതിമാനും ഭക്തനുമായിരുന്നു പറയുന്നുണ്ട്, പരിശുദ്ധാത്മാവ് നിറഞ്ഞവനാന്ന് പറയുന്നുണ്ട്. ഇവിടെ അന്നയെ കുറിച്ച് പറയുമ്പോൾ പറയുന്ന ഇതാണ്, അവളുടെ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്നുള്ളത്. അവള് ദേവാലയം വിട്ടുപോകാത്തവളായിരുന്നു. ആ ഒരു മൊത്തം ജീവിതം ദേവാലയത്തോട് ചേർത്ത് വെച്ചേക്കുക. ഒന്നാമത്തെ കാര്യം, രാപകൽ ദൈവത്തെ സ്തുതിച്ചുകൊണ്ടിരുന്നു. എല്ലാ കാര്യങ്ങളും ദൈവത്തെ നന്ദി പറയും സ്തുതിക്കുകയും ചെയ്തുകൊണ്ട് ജീവിക്കുക. ദേവാലയത്തോട് ചേർന്ന് ജീവിക്കുക, രാപകൽ ദൈവത്തെ സ്തുതിച്ച് ജീവിക്കുക. 3 ഉപവാസം, 4 പ്രാർത്ഥന. 4 കാര്യങ്ങളാണ് പറയുന്നത്. ഉപവാസവും പ്രാർത്ഥനയും നമ്മൾ ബൈബിളിലുടനീളം ആവർത്തിച്ച് പറയുന്നൊരു കാര്യമാണ്. അതിനോടൊപ്പം പറയുന്നൊരു കാര്യമാണ്, നിന്റെ ജീവിതം ദേവാലയത്തോട് ചേർത്ത് പിടിക്കുക. 2, രാപകൽ നിനക്ക് ലഭിക്കുന്ന എല്ലാ കാര്യങ്ങളെയും കുറിച്ച് ദൈവസന്നിധിയിൽ സ്തുതികൾ ഉയർത്തിക്കൊണ്ടിരിക്കുക. 3 ഉപവസിക്കുക, 4 പ്രാർത്ഥിക്കുക. നിനക്ക് ദൈവദർശനം കിട്ടും. ഇതാണ് ഈ സുവിശേഷമാണ് നമുക്ക് നൽകുന്ന ഓർമ്മപ്പെടുത്തൽ. നമ്മൾ ഈ പല രീതിയിലാണ് ക്രിസ്മസിന്റെ പശ്ചാത്തലത്തിൽ ഓരോരുത്തർക്കും ദർശനം കിട്ടിയിരിക്കുന്നത്. ജ്ഞാനം ഉപയോഗിച്ച് വന്നവർ, ജ്ഞാനികൾ ക്രിസ്തുവിന്റെ ദർശനം സ്വീകരിച്ചു. രാത്രിയിൽ ആടുകൾക്ക് കാവലായിരുന്ന ദൗത്യബോധമുള്ളവർക്ക് കർത്താവിന്റെ ദർശനം ലഭിച്ചു. പരിശുദ്ധാത്മാവ് നിറഞ്ഞ് നീതിപൂർവം ജീവിച്ച ശിമയോന് കർത്താവിന്റെ ദർശനം ലഭിച്ചു. പിന്നെ ദേവാലയത്തോട് ചേർത്ത് പിടിച്ച ജീവിതവും പ്രാർത്ഥനയും ഉപവാസവും എല്ലാ കാര്യങ്ങളിലും സ്തുതി ചൊല്ലി ജീവിക്കുകയും ചെയ്യുന്ന വ്യക്തിക്കും ദൈവദർശനം കിട്ടി. ഇപ്പൊ ക്രിസ്മസിൽ ഉണ്ണീശോയെ ആരൊക്കെ കണ്ടു? നമ്മൾ ഈസ്റ്റർ കഴിയുമ്പോഴത്തേക്ക് ഇതുപോലെ നമ്മൾ ഈ ഉദ്യതനെ ആരൊക്കെ കണ്ടു എന്ന് പറയുന്ന ഒരു കാര്യം നമ്മൾ വായിക്കുന്നുണ്ട് സുവിശേഷത്തിൽ. അതുപോലെ തന്നെ ഉണ്ണീശോയെ ആരൊക്കെ കണ്ടു, അല്ലെങ്കിൽ ഉണ്ണീശോയെ കാണാൻ ആർക്കൊക്കെ ഭാഗ്യം കിട്ടി എന്ന് ചോദിക്കുമ്പോൾ നമ്മൾ പറയുന്ന ലിസ്റ്റിനകത്ത് പെടുന്ന ഒരാളാണ് ഈ അന്ന. അപ്പൊ അന്ന നമ്മളെ പഠിപ്പിക്കുന്ന ഒരു പാഠമാണ് സ്പിരിച്വൽ ലൈഫ്. പള്ളിയോട് ചേർത്ത് പിടിച്ചൊരു ജീവിതം ഉണ്ടാവുക. രാപകൽ ദൈവത്തെ സ്തുതിക്കുക, പ്രാർത്ഥിക്കുക, ഉപവസിക്കുക. അത്യാവശ്യം ഉപവാസം ഒക്കെ എടുക്കുക. അപ്പോൾ ദൈവത്തെ കാണാൻ സാധിക്കും. കണ്ടുമുട്ടുന്നവരിലും കുർബാനയിലും ഒക്കെ വായിക്കുന്ന വചനത്തിലും ഒക്കെ ഈശോയെ കാണാനും അനുഭവിക്കുവാനും യേശു സാന്നിധ്യം ബോധ്യപ്പെടുവാനും ഈശോ സംസാരിക്കുന്നത് കേൾക്കുവാനും അതനുസരിച്ച് ജീവിക്കാനും ഒക്കെ നമുക്ക് സാധിക്കുന്നുള്ളൊരു ഓർമ്മപ്പെടുത്തലാണ് ഈ അന്ന എന്ന പ്രവാചക. നമുക്ക് ഈ സുവിശേഷ ഭാഗം നൽകുന്ന ഒരു സ്പിരിച്വൽ ലൈഫ്, ആത്മീയ ജീവിതത്തെക്കുറിച്ചുള്ള പാഠം ഹൃദയപൂർവ്വം സ്വീകരിക്കാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.